ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ അപ്പോൾ വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? എല്ലാവർക്കും സന്തോഷമായിരുന്നു വിഷുവൊക്കെ. അപ്പോൾ ഈ ഒരു വർഷക്കാലം മുഴുവൻ നമുക്ക് സന്തോഷം മാത്രം മതിയല്ലേ. നമ്മൾ അടിച്ചു പൊളിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമൊക്കെ തുടങ്ങിയത് കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പടക്കം പൊട്ടിയിലൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. ഇവിടെ വലുതായിട്ട് പടക്കമൊന്നും ഞാൻ കേട്ടില്ല. ഇനി ഞാനും ഇറങ്ങിപ്പോയതാണോ എന്തോ മെനഞ്ഞാലത്തെ ഉറക്കം ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ആ ഇൻട്രോ എടുത്ത സമയത്തൊക്കെ എനിക്കങ്ങ് ഉറക്കം തൂങ്ങി നിന്നിരുന്നു. ഞാൻ വിചാരിച്ചു ഈർക്കലും വെച്ച് പണ്ട് നമ്മുടെ ജഗതി ശ്രീകുമാറിൻ്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ട്. ഉറക്കം തൂങ്ങുമ്പോൾ ഇങ്ങനെ ഈർക്കലും കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ വെക്കത്തില്ല, അതുപോലെ അത്രയ്ക്ക് കണ്ണൊക്കെ അങ്ങോട്ട് പൊളിച്ച് അങ്ങോട്ട് വെയിലത്തോട്ടൊന്നും നോക്കാൻ വയ്യായിരുന്നു. അത്രയ്ക്ക് പുളിയായിരുന്നു. ഞാൻ രാത്രി ഒട്ടും ഉറങ്ങിയില്ല. ഞങ്ങൾ 2-3 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ. ശരാശരി ഒരു മനുഷ്യന് എത്ര സമയം ഉറങ്ങണം? ഒരു 8 മണിക്കൂർ ഉറങ്ങണ്ടേ? എനിക്ക് അല്ലെങ്കിലും ഉറക്കക്കുറവാണ് കേട്ടോ. ഈ യൂട്യൂബ് അങ്ങോട്ട് തുടങ്ങി അന്ന് പോലെ എനിക്ക് ഉറക്കക്കുറവാണ്. നമ്മളൊന്നും പറയും വേണ്ട കിടന്നുറങ്ങുക, നീ എന്തിനിങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? രാത്രിയാകുമ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരു പരിപാടിയുണ്ട്. കല്ലിയങ്കാട്ട് നീലിയൊന്നും അല്ല കേട്ടോ, പനയെ കയറാനൊന്നും അല്ല. ചുമ്മാ അത് ഉറക്കം വരത്തില്ല. ഉറക്കം വരാതെ നമ്മൾ കിടന്നിട്ട് യാതൊരു രക്ഷയില്ല അല്ലേ. എനിക്കതിഷ്ടമല്ല. നമുക്കത് വെച്ചാൽ ഉറക്കം ഒന്ന് തൂങ്ങിയിട്ട് വേണം നമ്മളൊന്ന് കിടന്നുറങ്ങാൻ. അല്ലെങ്കിൽ ചുമ്മാ വേറെ ഇങ്ങനെ എന്തുവാ പിന്നെ നമ്മളിങ്ങനെ പലതും ആലോചിക്കാൻ സാധിക്കും. അതിപ്പോൾ ഏതാ ഉറക്കം വന്നിട്ടോ ഉറക്കം ഒന്ന് തൂങ്ങിയിട്ട് പോയി ചാച്ചി ഒങ്ങുന്നേ അല്ലേ പിള്ളേരെ നല്ലത്. ഞാനങ്ങനെ കേട്ടോ, ഉറക്കം ഒന്നും വന്നാലേ എനിക്ക് അങ്ങോട്ടോ ആ ഉറങ്ങാൻ ഒരു സുഖം കിട്ടത്തുള്ളൂ. അങ്ങനെ ഇന്നലെ എല്ലാവർക്കും ഞങ്ങളെല്ലാവരും കണ്ടുപിടിക്കുന്നേ ഞാൻ തുറക്കം നിന്നത് കൊണ്ട് കേട്ടോ. അപ്പോഴതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു 7:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. പാവം നമ്മുടെ സരസ് പിന്നെ ഒന്നും പറയാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോന്നു കേട്ടോ. 7:45 എന്ന് വെച്ചാൽ മെനഞ്ഞാത്ത ക്ഷീണം കാരണം 7:45 വരെ കിടന്നുറങ്ങി. പിന്നെ മക്കൾക്ക് ചോറൊന്നും കൊണ്ട് പോകണ്ടാലും അതുകൊണ്ട് ഇച്ചിരി ഒരു കള്ളത്തരമൊക്കെ ആകാം കേട്ടോ. ക്ഷീണം കാരണം നമുക്ക് അങ്ങ് ഉറങ്ങിപ്പോയി ഇന്ന് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കേട്ടോ. എൻ്റെ തരിയുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഇന്ന്. നമുക്ക് വലിയ വിശേഷങ്ങൾ കാണിക്കാനൊന്നുമില്ല. അതേ നമ്മുടെ കുടമുല്ല, നമ്മുടെ തട്ടുമുല്ല ഇന്ന് ഒത്തിരി പൂതന്നതേ ഒത്തിരി വേറെ ഇരിക്കുന്നു കേട്ടോ. ഞാൻ ഫുള്ള് കെട്ടിയില്ല. അപ്പോഴിത് കുറച്ച് എന്ന് വെച്ചാൽ നമ്മുടെ മുടി ഇങ്ങനെ കാർക്കൂന്തിൽ ഇങ്ങനെ കിടക്കുമല്ലേ. എന്നാലും വേണ്ടിയില്ല, ഇച്ചിരി ഒരു പൂവിലേക്ക് ഒരു സമാധാനമില്ല. നമ്മളെല്ലാം പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളമൊക്കെ തേച്ച് ഇങ്ങനെ എനിക്ക് അങ്ങനെ ചില ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ പറഞ്ഞു നീരിളക്കം ഉണ്ടാവുമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള അസ്വസ്ഥതകളൊന്നും ദൈവം തമ്പുരാന് ഒന്നും എനിക്ക് അങ്ങനെയൊന്നും വരുത്തത്തില്ല കേട്ടോ. ഇതുവരെ നീരിളക്കോ അല്ലെങ്കിൽ ചിലർക്ക് എണ്ണ തേച്ച് ഒത്തിരി സമയം ഇങ്ങനെ നിൽക്കുമ്പം പനിക്കോ തലവേദനയോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും എനിക്ക് തമ്പുരാൻ ഇതുവരെ ഒന്നും അങ്ങനെയൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തിരി നേരമൊക്കെ ഒരു 10-15-20 മിനിറ്റൊക്കെ ഞാൻ ആ കഞ്ഞിവെള്ളമൊക്കെ തേച്ച് ഇച്ചിരി നേരമൊക്കെ നിന്നിട്ടാണ് കുളിക്കുന്നത്. ഇന്നും എന്ത് ചെയ്യുന്നത് നമ്മൾ കഞ്ഞിവെള്ളം എനിക്ക് നേരത്തേൽ എൻ്റെ മുടിക്ക് ഇച്ചിരി മറ്റേ ഞാൻ പറഞ്ഞില്ല ഒരു ബലക്കുറവ് മാതിരിയാണ്. ഇപ്പം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇച്ചിരി ഒരു കിളിർത്ത് വന്നെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മുടിക്ക് നമ്മൾ പിടിക്കുമ്പോൾ ഒരു ബലം തോന്നുന്നു എനിക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ മുടിയുടെ തുമ്പൊക്കെ മുറിച്ച് ആന്നല്ല ഇപ്പം തുടങ്ങിയേക്കുന്നത്. ഒരുപാടൊന്നും കിളിച്ചില്ലേലും ഞാൻ പറയാം നല്ലതാണ്. നമ്മുടെ തലയ്ക്കും മുടിക്കും ഒക്കെ നല്ലതാണ്. ഞാൻ എല്ലാവരും പറയുന്നത് പോലെ അങ്ങ് എൻ്റെ മോൻ പറയുന്നതിൻ്റെ കൂട്ട് വിളക്കുമുറിയുടെ മുന്നിലൊന്നും മുടി കിടക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും എൻ്റെ മുടിക്ക് ഇത്തിരി ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. മുടി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരപ്പൂപ്പും പൂവച്ചയും മറിച്ചുകൊണ്ട് പോകുന്നത് എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ എന്തോ എടുക്കുവാന്ന്. ടാറ്റ, നാളെ കാണാം. ഇതിലെ വരുവാണെങ്കിൽ കേട്ടോ. ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കേട്ടോ.
സത്യമായിട്ടും തമാശ പറയുന്നില്ല കേട്ടോ. അപ്പോഴും മുഖത്തും ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതും വെളുത്തു പാറുമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്, ആരും പറയുന്നത് അങ്ങനെയല്ല. എന്നാലും ഒരു ഇച്ചിരി മുഖത്തൊരു വ്യത്യാസം വരുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ അങ്ങനെയൊക്കെ അങ്ങോട്ട് ആഗ്രഹിച്ചായ കുളവും കേട്ടോ. അപ്പോഴിപ്പം എന്താ നല്ല ചൂടൊക്കെ അല്ലേ, അതുകൊണ്ട് മുടി ഫുള്ള് എൻ്റെ നരച്ചു. അതിനായിരുന്നു കടിച്ചത് കേട്ടോ. തലയ്ക്ക് നമുക്ക് മുടി നരയ്ക്കുമ്പം ഭയങ്കര അങ്ങോട്ട് കടിയാണ്. അപ്പോഴും നോക്കിയപ്പോൾ ഫുള്ള് തലയുടെ പ്രായമൊന്നും ആയില്ലല്ലേ എനിക്ക്, പിന്നെ എന്താണ് ഇങ്ങനെ നരയ്ക്കുന്നത്? ഭയങ്കര അങ്ങ് കടി കേട്ടോ ഈ മുടി നരയ്ക്കുമ്പോൾ. എന്താണെന്നറിയത്തില്ല, ഇനി അതിനെന്തെങ്കിലും ചെയ്യാം. ഇപ്പോഴേ നരയ്ക്കേണ്ട, എനിക്കിഷ്ടമല്ല. എൻ്റെ ഒരു മുടി നരയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ പ്രായം ചെന്ന് കിളവിയായിപ്പോയത്. അപ്പോഴേ അത് വേണ്ട, എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തും. ഞാൻ കിളവിയായില്ലെന്ന് അങ്ങോട്ട് മനസ്സായി നിന്നോട് ഞാൻ പറയുന്നു കേട്ടോ. നമ്മൾ കിളവിയൊന്നും ആയില്ല, കൊച്ചാ കേട്ടോ. മനസ്സെവിടാ പിള്ളേരെ? സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇട്ടടിക്കുന്നത്. മനസ്സിവിടെ ആണോ? ഇവിടെ എവിടെയാണ് മനസ്സ്? അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പോകാം കേട്ടോ. ചിരിയും വരുന്നു. കുഞ്ഞു വീഡിയോയാണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കണ്ടേ. ഇന്ന് നമ്മുടെ അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കുവാണെങ്കിൽ പോവും, ഞാനൊന്നും പറയുന്നില്ല. നമുക്കിത്തിരി നടക്കണം. പിന്നെ എൻ്റെ അണ്ണൻ എന്നെ കൊണ്ടുപോകും കേട്ടോ. ഇന്നലത്തെ ഇൻട്രോയിൽ ഞാൻ പിടിച്ചിരുത്തിയത് പാവത്തിന്. രാവിലെ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നു, നമ്മുടെ വീഡിയോക്കകത്തൊന്നും അങ്ങനെ ഞാൻ ഒരൊറ്റയാൾ പട്ടാളമല്ലേ, ഞാൻ മാത്രമായിട്ടൊരു വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും പറയും ഫാമിലിയൊക്കെ ഉൾപ്പെടുത്തുന്നു. പക്ഷെ ആവത്ത് ഫുള്ളാരും വന്നിരിക്കത്ത്. അപ്പോൾ ഇന്നലെ ഞാൻ പിടിച്ചിരുത്തിയത് എൻ്റെ അണ്ണനെ കേട്ടോ. പാവം എൻ്റെ അണ്ണൻ കേട്ടോ. നിങ്ങൾ പറയും മോന്തെങ്ങോ വീർപ്പിച്ചിരിക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നല്ല, പേപ്പർ വായിച്ചതിൻ്റെ ആ ഒരു ഇതിൽ അങ്ങനെ ഇരുന്ന് പോയത് കേട്ടോ. അത് ഞാൻ പിടിച്ചിരുത്തിയത് തന്നെ. എന്നിട്ട് പോകല്ലേ പാവമില്ലേ ഞാനെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കേട്ടോ ഇരുത്തിയതാണ് രാവിലെ കേട്ടോ. ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ഇവിടെ ഇല്ലല്ലോ കേട്ടോ. അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. ആദ്യമൊക്കെ ഒരു നാണമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ നാണമൊക്കെ മാറി. പിന്നെ ഇവിടെ ഉള്ള സമയത്തൊക്കെ ഞാൻ പിന്നെ അവർക്ക് അവരുടേതായ ജോലികൾക്കൊക്കെ പോകണ്ടേ. അതുകൊണ്ട് നമ്മൾ പിന്നെ ഞാൻ എടുക്കുന്ന സമയത്തൊന്നും ഇവിടെ അങ്ങ് ആരും ഇല്ലല്ലോ. കുഞ്ഞുങ്ങളാണെങ്കിലും ഈ രാവിലെ സമയത്തൊന്നും ഇല്ലല്ലോ കേട്ടോ. അതുകൊണ്ട് അല്ലാതെ ആർക്കും ആരോടും പിണക്കമൊന്നുമില്ല. നമ്മുടെ സരസ്വനി ആണെങ്കിലും ഞാൻ പിന്നെ അങ്ങോട്ട് എനിക്ക് ഒരു സരസ്വനിയെ പോയി വീഡിയോ എടുക്കാനൊക്കെ കേട്ടോ. എന്നാലും സൗണ്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ടല്ലോ കേട്ടോ. എനിക്കൊരു ഇത് അമ്മ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ളത് കേട്ടോ. അമ്മയ്ക്ക് അറിയാം. ഇടയ്ക്കൊക്കെ എന്നിട്ട് ചോദിക്കുക എന്തായി മക്കളെ, അമ്മ വീഡിയോ ഒക്കെ എടുക്കുന്നത് എന്തായെന്നൊക്കെ ചോദിക്കും മക്കളോട് കേട്ടോ. അമ്മയ്ക്ക് അറിയാം വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ നമ്മളങ്ങോട്ട് അവരുടേതായിട്ടുള്ള ഇതിൽ അങ്ങോട്ട് കഴിഞ്ഞ് പോവാട്ടോ. അല്ലാതെ ആർക്കും ആരോടും ദേഷ്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ചിലർ പറയും അയ്യോ എടുക്കല്ലേ, അല്ലാത്തുള്ള നമ്മുടെ വീട്ടിലല്ല അല്ലാതുള്ളവരൊക്കെ ഇങ്ങനെ അതൊന്നും അവർക്കൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആരെയും അത് നമ്മുടെ വീഡിയോക്കകത്ത് അങ്ങനെ മറ്റുള്ളവരുടെ ഇതിൽ നമ്മൾ എന്തിന് കടന്ന് കയറണം അല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇവിടെ തന്നെ ഒരു പറയുന്നുണ്ട്. കുടമുല്ലപ്പൂ നമ്മുടെ കുടമുല്ലയിലെ പൂ കണ്ട പിള്ളേരെ, തട്ടുമുല്ലയിലെ ഒത്തിരി പൂവുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമായി അവൾ ഇത്രയും പൂ തന്നപ്പം. ആർക്കാ സന്തോഷം ഇല്ലാതിരിക്കുന്നത്? ഒറ്റ തട്ടിൻ്റെ ഉണ്ട് കേട്ടോ, ഒറ്റ തട്ടിൻ്റെ ഉണ്ട്, നമ്മുടെ മറ്റേ തട്ടിൻ്റെ ഉണ്ട്. സന്തോഷമായി. എനിക്കിതൊക്കെ മതി. എനിക്ക് ചോറും കറിയൊന്നും കഴിക്കണമെന്നൊന്നുമില്ല. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു സന്തോഷം എന്നറിയാവോ, പറഞ്ഞറിയിക്കാനോ ഒക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഇതൊരു മണോ, പാതി രാത്രി വരെ ഇതിൻ്റെ അങ്ങോട്ട് മണം നമ്മുടെ തലേന്ന് മാറത്തില്ല കേട്ടോ. എൻ്റെ പിച്ചി ഉണ്ടല്ലോ, ഇവളെ ഞാൻ മിണ്ടത്തില്ല, ഇവളോട് ഞാൻ കൂട്ടില്ല, അവളും ഞാനുമായിട്ട് പിണക്കത്തില്ല. ഇപ്പം ഞാൻ എൻ്റെ കുറ്റിമുല്ലയായിട്ടാണ് ശൃംഗരിക്കുന്നത് കേട്ടോ. ഇപ്പം അവളെ എനിക്കിഷ്ടം, ഇവളെ എനിക്കിഷ്ടമല്ല. വേണ്ട, നിന്നോട് ചിക്കാടി, ഞാൻ മിണ്ടത്തില്ല നിന്നോട്. നീ മൊട്ടായിട്ടിരിക്കുന്ന കണ്ടോ. അപ്പോഴിതൊക്കെ നമുക്കൊന്ന് തല വെച്ച് കെട്ടണ്ടേ. ഞാനേ ഇതൊക്കെ ഒന്ന് തലയിലൊക്കെ വെച്ച് കെട്ടട്ടെ രാവിലെ അല്ലേ. എന്താ മണം. നമ്മുടെ കൃഷ്ണൻ്റെ അടുത്ത് നിന്ന് ഞാനിഞ്ഞ് പോന്നു. കഥ പറഞ്ഞാലുണ്ടല്ലോ ഇന്ന് മുഴുക്ക ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് കഥ പറയേണ്ടി വരും. അതുകൊണ്ട് അവിടെ നിന്നില്ല, ഞാൻ നേരെ അടുക്കളയിൽ വന്നു കേട്ടോ. രാവിലെ അപ്പോഴും ഞങ്ങൾക്ക് ഇന്ന് ദോശയും
നമ്മുടെ തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ, ദോശ ചമ്മന്തി, അതായിരുന്നു. ഇനി ഒരു 2-3 ഒക്കെ കിടപ്പുണ്ട്, വേണ്ടവർ കഴിച്ചോട്ടെ. പിന്നെ അരിയുടെ ദോശയായിരുന്നു കേട്ടോ. ഇന്നലെ ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പോഴ് ദോശ ചമ്മന്തി വെള്ളം മാതിരിയുള്ള ദോശ ചമ്മന്തി, അതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് ഇടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ ചമ്മന്തി. ചില സമയത്ത് ദേഷ്യവും വരും കേട്ടോ, എന്നും ആക്കി അവരെന്നെ ഓടിച്ചിട്ടായിരിക്കും. അപ്പോഴും മീൻ നമ്മുടെ അണ്ണൻ ഇന്ന് മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് മറ്റയാണ്. വറ്റക്കറിയൊക്കെ അങ്ങോട്ട് സെറ്റായി കേട്ടോ. ഒത്തിരി നേരമായി ഇവനെ എടുത്ത് അടപ്പത്തോട്ട് വെച്ചിട്ട് കേട്ടോ. ഉപ്പും പുളിയൊക്കെ നോക്കണ്ടേ, പറ്റിയൊക്കെ വന്നു കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഉണ്ട്. അപ്പോഴത്തെ കാബേജ് അരിഞ്ഞു വെച്ചേക്കുന്നു. ആർക്കും അത്ര ഇഷ്ടമൊന്നുമല്ല, ഞാൻ കൊണ്ടുവരുന്നത് കൊണ്ടിത്. ഇനിയിപ്പം ഞാൻ ആ പച്ചക്കറിക്കാരനോട് പറയാൻ തമിഴ്നാട്ടിൽ നിന്ന് ഈ കാബേജ് കൊണ്ടുവരണ്ടാന്ന്. എനിക്ക് വയ്യ കേട്ടോ, എനിക്കങ്ങ് ദേഷ്യം വരും അത് കാബേജ്. അത് തോരൻ വെക്കാൻ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്ക വെള്ളത്തിനകത്ത് 2 മണിക്കൂറും കൊണ്ട് അതിനകത്ത് കിടക്കുക. പിന്നെ കറി എന്തെങ്കിലും വെക്കണം, പപ്പടം കാച്ചാനുണ്ട്. ഇതൊക്കെ ഇന്നത്തെ നമ്മുടെ കേട്ടോ. ഇന്നലെ നമ്മൾ മീനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ, അപ്പോൾ ഇനി നമുക്ക് തോരൻ വെക്കണമെങ്കിൽ തോരൻ്റെ കടുവൊക്കെ അങ്ങോട്ട് വറുത്ത് അങ്ങോട്ട് വെക്കാം കേട്ടോ. വേഗം ജോലി ചെയ്താലുണ്ടല്ലോ, വെയിലിന് മുന്നേ എവിടെയെങ്കിലും നമുക്ക് ഇരിക്കാം. എടാ ഇളപ്പം ഒന്നും കൂടെ ഒന്ന് വറ്റടാ, എളുപ്പമാട്ടടാ, ഇച്ചിരി കൂടെ ഒന്ന് വറ്റട്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി വെണ്ടയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്യാൻ അരിഞ്ഞ് വെക്കണം കേട്ടോ. തൈരിരിപ്പുണ്ട്. സരസുന് വലിയ പാടാ, സാമ്പാർ മോര്. ഈ സരസുനെയും കൊണ്ട് വയ്യ കേട്ടോ. ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പോവാ പിള്ളേരെ കേട്ടോ. ഒരു വക കഴിക്കത്തില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ പൈസയൊന്നും തരണ്ട എനിക്ക് സരസുവിന് കേട്ടോ. ഞാൻ സരസുവിനെ വിൽക്കാൻ പോവാ. സരസുവിന് പിന്നെ പൈസയൊന്നും വാങ്ങിക്കാതെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ പോവാ. വേണ്ടവർ കൈ പൊക്കിക്കും. സരസുവിനെ ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞ് വരുന്നവരെ ഫ്രീ ആയിട്ട് തന്നു വിടുന്നതാണ് കേട്ടോ. സരസു ഒന്നും കഴിക്കത്തില്ല, എനിക്ക് അതേ ഉള്ളൂ. അങ്ങനെയാന്ന് പ്രായമായി വരുമ്പോൾ. ദൈവമേ, പ്രായമായി വരുമ്പോൾ ഞാനും ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഭഗവാനെ, എൻ്റെ പിള്ളേരും ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളോട് പറയുന്നത്. എനിക്ക് വയ്യ എൻ്റെ ദൈവമേ. പറ്റിയൊന്നു വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് എളുപ്പം അങ്ങോട്ട് വഴന്ന് വരട്ടെ. മൂത്ത് വരണമല്ലോ, പിന്നെ തോരൻ വയ്ക്കാം. വെണ്ടയ്ക്കൂട്ടനെ ശരിയാക്കിയിട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. തൈരൊന്ന് കലക്കണം. എനിക്കിതിനെ അത് ചെയ്യാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഫ്രൈ ആയിട്ട് വെണ്ടയ്ക്കൊക്കെ അല്ലേ, സത്യമല്ലേ? സത്യമാണ്, ഉപ്പ് പറയുന്നതല്ല, സത്യമാണല്ലേ. ഇപ്പോഴും മൂക്കട്ടെ കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെറുതെ വായ നോക്കി നിൽക്കണം. തൈര് ഉടച്ചു വേഗം ജോലി ചെയ്യോ. അത് മൂക്കുന്നത് വരെ നമുക്ക് വെറുതെ നിൽക്കണം. വേണ്ട, വെണ്ടയ്ക്ക് കൂട്ടന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം എന്തായിരുന്നു കേട്ടോ. എന്തായെന്ന് നോക്കണം. ഒന്നും ആയില്ല, അവനൊന്നും ആയില്ല. അവൻ കിടന്ന് മൂക്കട്ടെ. ഇനി നമ്മൾ തൈര് ഉടച്ചു കഴിഞ്ഞു. അവിടെ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. അവനെ പിന്നെ നമുക്ക് എടുക്കാം. എത്ര ഉള്ളത്തിൽ വേഗം എടുത്താലേ വലിയ ഗമയാവും അല്ലേ. അങ്ങനെ നമ്മൾ മോര് കാച്ചാൻ പോയി കേട്ടോ. മോര് കാച്ചി കടുക് വറുത്തു. ഇന്നാൾക്ക് ചേച്ചിയുടെ കണ്ണിൻ്റെ അവിടെ ഇവിടെങ്ങാണ്ട് കടുക് വീണെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും എല്ലാവരോടും പറയത്തില്ലേ, അടച്ചു വെച്ച് കടുക് പൊട്ടിക്കണം. ഒറ്റ പെൺപിള്ളേർ പറഞ്ഞ് കേൾക്കത്തില്ല കേട്ടോ. കേൾക്കത്തില്ല, എന്ത് ചെയ്യാൻ. ഞാനും പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ. പക്ഷെ വലിയ പൊട്ടിയില്ല നമ്മുടെ കടുക്. പൊട്ടി തീർച്ചയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മോരൊക്കെ സെറ്റായിട്ട് വന്നു കേട്ടോ. സൂക്ഷിച്ച് കണ്ടുമൊക്കെ എല്ലാവരും. അപ്പോഴ് മോരല്ല കടുക് വറക്കണം കേട്ടോ. തീർച്ച കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരിയുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയിൽ കടുക് വന്ന് വീണ്. ഞാൻ ഇപ്പോഴും അതാ പറയുന്നത് കേട്ടോ. അവൾ എന്നോട് പറഞ്ഞിട്ടാ ഭയങ്കര കഷ്ടമായിരുന്നെന്ന്. പിന്നെ ആ കൃഷ്ണമണിക്കകത്ത് ആ കടുക് പൊട്ടി വന്ന് വീണത് അന്ന് മുതൽ എനിക്ക് പേടി കേട്ടോ.
എൻ്റെ പൊന്നെ, കണ്ണിനൊക്കെ എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഈ പറയുന്നത് കേട്ടോ. നമ്മുടെ മോരങ്ങോട്ട് കച്ചി നമുക്ക് തോരൻ വയ്ക്കാം കേട്ടോ. തോരൻ ഒത്തിരി നേരം കൊണ്ട് എന്നോട് പറയുന്നു, പിയാമ്മ എന്നെ എടുക്ക്, പിയാമ്മ എന്നെ എടുക്ക്, പിയാമ്മ എന്നെ എടുക്കുന്നു. ഞാൻ പറഞ്ഞു, നീ എവിടെ നിൽക്കടാ, എന്തോ എവിടെ പോന്നു, എല്ലാം ചെയ്തിട്ട് എവിടെ പോന്നു ധൃതിയിൽ. ഉപ്പുണ്ടോ നോക്കട്ടെ. ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇന്നിപ്പോൾ വെള്ളരിക്കൊന്നും വേവിച്ചിട്ടില്ല. ഓട്ടം മോരായിട്ടങ്ങ് കാച്ചിയെടുത്ത്. നല്ല പുളിയുള്ള മോരായിരുന്നു കേട്ടോ. ചൂടാവട്ടെ, ഇനി നമുക്ക് തോരൻ വയ്ക്കണം. നമ്മൾ മോരൊക്കെ കാച്ചി വെച്ചതിന് ശേഷം ഇതിനകത്തോട്ടെ ഇന്ന് കുറച്ച് തോരനെ ഇടും കേട്ടോ. തോരനും കടുക് വറുത്തങ്ങോട്ടാ ഇട്ടു. നല്ല മഴക്കോളുണ്ട് ഇവിടെ, നമുക്ക് മഴ പെയ്യാൻ സാധ്യതയാണ്. ഞാനിങ്ങനെ പറഞ്ഞ് ആ കുട്ടിച്ചാത്തൻ വന്നിട്ട് അതുപോലെ അങ്ങ് പോകും കേട്ടോ. എങ്ങാണ്ടൊക്കെയോ കുട്ടിച്ചാത്തൻ വന്നു എന്താ മഴ പെയ്യിച്ചെന്നൊക്കെ പറയുന്നത് കേട്ടു. നല്ല ചൂടുണ്ട് കേട്ടോ. തോരൻ ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ട്, ഉപ്പിടേണ്ട കാര്യമില്ല. അപ്പടം കാച്ചിയത് ഇരിപ്പുണ്ട്. ഇത്രയൊക്കെ പോരെ, ഇത്രയൊക്കെ മതി. കുറച്ച് പാത്രമുണ്ട്, അതും കൂടെ കഴുകി വെച്ചാൽ ജോലി ഒതുക്കി നമുക്ക് എവിടെയും ഇരിക്കും. അങ്ങനല്ലേ? അങ്ങനെയാണ് അല്ലേ? പിടിച്ച് പാത്രമുണ്ട് കഴുകാൻ, അതൊക്കെ കഴുകി വയ്ക്കട്ടെ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണിനെല്ലാം ഒരുക്കിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ അമ്പലത്തിൽ പോയി ചോറ് കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ച് അടിപൊളി ഊണൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഇത്തിരി തുണി കഴുകക്കോ അലക്കും ഉണക്കും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി. ചെടിക്ക് വെള്ളം ഒഴിക്കണോ വേണ്ടായോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുവാണ്. സന്ധ്യയായി, മഴ പെയ്യുമോ എന്തോ, കാറ്റൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിച്ചില്ല, ഇങ്ങനെ കറങ്ങി നടക്കുവാണ് കേട്ടോ. അപ്പോഴും നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളെ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ അമ്പലത്തിലെ പാട്ടൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ് ഈ സമയത്തൊക്കെ പാട്ടൊക്കെ എന്ന് വെച്ചാൽ ശാന്തമായിട്ട് കിടക്കുവാണല്ലോ, നന്നായിട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോഴും നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് നാളെ വരാം.